പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാല മോഷ്ടിക്കുന്നത് അഭിയും ജലജയും കൂടെ മാല മോഷ്ടിക്കുന്നത് ആദർശ് കാണുകയും അത് ദേവയാനിയോടും നയനയോടുമായിട്ട് പറയുകയാണ്. എന്നിട്ട് അവർക്ക് നാളെ തന്നെ ഒരു പണി കൊടുക്കണം, അച്ഛനോട് പറയണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ പല സ്വപ്നങ്ങളും കണ്ടിട്ട് നമ്മുടെ ജലജയും അഭിയും അങ്ങ് കിടന്നുറങ്ങുകയാണ്. ഈ മാല വിറ്റിട്ട് നമുക്ക് അതാക്കണം, അങ്ങനെയാക്കണം, ഇങ്ങനെയാക്കണം എന്നുള്ളൊരു സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അവർ. നവ്യയോടും ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അത് ശരിയല്ലല്ലോ അഭി, അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു, അത് പിടിക്കപ്പെട്ടാൽ ഞാൻ എന്തിനും കൂട്ടു നിൽക്കും, പക്ഷേ ഇതിനൊന്നും എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നീ മിണ്ടാതിരുന്നാൽ മതി, അവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, നിൻ്റെ കൊള്ളരുതായ്മൊക്കെ പണ്ട് ഞാൻ കുറേ നിന്നോട് എതിർത്ത് നിന്നതാണ്, ഇപ്പോൾ ഞാൻ ആദർശ് വലിയ തെറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവി പറയുന്നുണ്ട്, അതിന് നിനക്കൊരു പ്രശ്നവും വരില്ലല്ലോ, നീ മിണ്ടാതെ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നയന ജലജയുടെയും അബിയുടെയും അടുത്തോട്ട് വരികയാണ്. ആ വരവ് കണ്ടിട്ട് തന്നെ അവർക്കൊരു പന്തികേട് തോന്നുകയാണ്. ആ സമയത്ത് ജലജ ചെവിയിൽ ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട്, മോനെ ഇവക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ, എല്ലാ കാര്യവും പൊളിച്ചടക്കുന്നത് ഈ ഒരു നന്മ മരമാണ്, ഇനി എന്തെങ്കിലും കണ്ടിട്ടും കേട്ടിട്ടാണോ ഈ അടുത്തേക്ക് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര് കാണാനാണ്, ആരും കണ്ടിട്ടില്ല, കാണാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നേരെ വന്നിട്ട് ദേഷ്യത്തോടു കൂടെ നയന ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ അതെടുത്തത്, ഇവിടുന്ന് ഒരു ചെയിന് കാണാതായിട്ടുണ്ട്, അമ്മയുടെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഇന്ന് പോളിഷ് ചെയ്യാനായിട്ട് കൊടുക്കാനിരിക്കുന്നതായിരുന്നു, ഇപ്പോൾ നോക്കുന്ന സമയത്ത് അത് കാണുന്നില്ല, നിങ്ങളല്ലേ അത് എടുത്തത് എന്നൊക്കെ പറയുമ്പം നമ്മുടെ അഭി പറയുന്നുണ്ട്, ഞങ്ങൾ എടുത്തെന്നോ, നിങ്ങൾ എന്തിനും ഏതിനും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ എന്തിനാണ് വരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് ഞങ്ങളെ പൂട്ടണം, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടാകും, പണ്ട് ഞങ്ങളെടുത്തു എന്ന് പറഞ്ഞിട്ട് അനാമികയായിരുന്നല്ലോ അമ്മയുടെ സ്വർണം മോഷ്ടിച്ചിരുന്നത്, അന്നും നിങ്ങൾ ഞങ്ങളെയാണ് കുറ്റപ്പെടുത്തിയത്, അന്ന് അനാമികയായിരുന്നല്ലോ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തത്, അച്ഛനും അമ്മയ്ക്കും കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നയന പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ അനാമിക ഇല്ലല്ലോ, ഇപ്പോൾ നിങ്ങളല്ലേ ആ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ ഇവിടെയുള്ളത്, അന്ന് അനാമിക എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഏകദേശം അറിയാമായിരുന്നു അവളാണ് എടുത്തത് എന്നുള്ളത്, പിന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾ അവൾക്ക് കൂട്ടു നിന്നിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനെക്കൊണ്ട് അനാമികയെ മാത്രം പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. ഏതായാലും അതൊക്കെ പോട്ടെ, ഇന്നലെ മോഷണം നടത്തിയ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളാണ് മോഷ്ടിച്ചത് അതെനിക്ക് ഉറപ്പാണ്, നീയും അമ്മയും ചേർന്നിട്ടാണ് അത് ചെയ്തത്, ഞങ്ങൾ രാത്രി ഇരിക്കുന്ന സമയം നോക്കിയിട്ട് നിങ്ങൾ മുറിയിൽ കയറിയിട്ട് ആ മാല എടുക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേഷ്യത്തോടു കൂടെ ജലജയും അഭയും ചോദിക്കുന്നുണ്ട്, അതിന് നിൻ്റെ അടുത്ത് എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ ചോദിക്കുന്ന സമയത്ത് തെളിവുണ്ട് എന്നുള്ള ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് അവർ ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുകയാണ്. കാരണം അത് മറ്റാരുടേതുമായിരുന്നില്ല, ആ സൗണ്ട് ആദർശിൻ്റേതായിരുന്നു. അങ്ങനെ ആദർശ് മുകളിൽ നിന്നും സെൻട്രയോടുകൂടി നമ്മുടെ ജലജയുടെയും അബിയുടെയും അടുത്തോട്ട് വരികയാണ്. അവർ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ജലജ പകുതി വിഴുങ്ങിയിട്ട് കുടിനീർ ഇറക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീയല്ല ആദർശ് ജയിലിലാണെന്ന് പറഞ്ഞത്, ഇതിപ്പോൾ ആരാ, ഇവനിപ്പോൾ എങ്ങനെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ലമ്മേ, ഇതെന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും അറിയില്ല, ഇതെങ്ങനെ സംഭവിച്ചു, ഇതൊരിക്കലും നടക്കാനിടയില്ല, അവൻ ജയിലിൽ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ അവൻ്റെ പ്രേതമായിരിക്കും, നീ ഒന്ന് പോടാ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതൊക്കെ തൂറ്റിപ്പോവലാണ് പതിവ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ആദർശ് നേരെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ കരുതിയത്, നിൻ്റെ കള്ളങ്ങളൊന്നും വെളിച്ചത്താവില്ലെന്നോ, എന്നെ ജയിലിലാക്കാൻ കുറേ നടന്നതാണല്ലോ, ആ ശ്രമം ഇവിടെ നിന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടടാ, പിന്നെ ഇന്നലത്തെ സ്വർണം മോഷ്ടിക്കുന്നത് നീയും അമ്മയും ചേർന്നിട്ടാണ്, നീയും നിൻ്റെ അമ്മയും ചേർന്നിട്ടേ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യുകയുള്ളൂ, അതിന് എൻ്റെ അടുത്ത് തെളിവുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ആ സമയത്ത് ഫോട്ടോ എടുത്തും വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മോഷ്ടിക്കുന്ന ആ ഒരു വീഡിയോ ആദർശ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, പിന്നെ ഞാൻ വന്നത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്, കാരണം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അഭിനയിച്ച് തിമിർക്കുന്നതും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു മറഞ്ഞു നിന്നത്, നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങളും സന്തോഷത്തോടു കൂടി തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്, പലതവണ നിങ്ങൾ പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തി നയനയെ ആകെ സങ്കടത്തിലാക്കാനൊക്കെ നോക്കി, അതൊക്കെ തരണം ചെയ്തു നിന്നത് ഈശ്വരൻ കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ്, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഈശ്വരനുണ്ട്, നിങ്ങളുടെ കൂടെയാണ് ഇല്ലാത്തത്, അതാണ് നിങ്ങൾക്ക് തകർച്ച സംഭവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആദർശ് നിൽക്കുന്നത് കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് നവ്യയാണെങ്കിലും അഭിയാണെങ്കിലും ജലജയാണെങ്കിലും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലാവുന്നതേയില്ല. അങ്ങനെ
മുത്തശ്ശന് പറയുന്നുണ്ട്, ജലജയോട് പറയുന്നുണ്ട്, നിന്നെ എടുത്ത് വളർത്തിയതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്, നിന്നെ എത്ര ശിക്ഷിച്ചിട്ടും കാര്യമില്ല, ഇനി ശിക്ഷ കൊടുക്കാൻ പോകുന്നത് ഇവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ നമ്മുടെ അഭിയുടെ കരണം പുകച്ച് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയൊരു തീരുമാനം, അന്തിമ തീരുമാനമാണ്, അതെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്.